Mars Riva TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ എമ്മാവൂസ് യാത്രയിലൂടെ കടന്നു പോവുകയാണ്. എമ്മാവൂസിൻ്റെ വഴിയിൽ യാത്ര ചെയ്ത രണ്ട് ശിഷ്യന്മാർ, ക്രിസ്തു ശിഷ്യരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ഈ രണ്ട് ശിഷ്യന്മാരിൽ ഒരുവന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള ഒരു സവിശേഷത ഈ വചനഭാഗത്തിനുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുവാൻ, പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തി ആരാണ്? സഭയുടെ പാരമ്പര്യവും സഭയുടെ ആരാധക്രമവും അതിന് എന്താണ് മറുപടി നൽകുക എന്നുള്ളതാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുക. പ്രിയമുള്ളവരെ, നമ്മളിവിടേക്ക് കടന്നു വരുമ്പോൾ ക്ലേഫാസ് എന്ന് പറയുന്ന ഒരു നാമം അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലേഫാസ് ആയിരുന്നു ഒരു ശിഷ്യൻ. മറ്റൊരു ശിഷ്യനെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല എന്നുള്ളതും അതിൻ്റെ സവിശേഷതയാണ്. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ക്ലേഫാസിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടായിരിക്കാം ആ ശിഷ്യൻ മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ കാരണം തൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ താൻ ആരാണ് എന്നുള്ളതല്ല പ്രധാനം. താൻ അനുഭവിച്ച ഉദ്ധാന അനുഭവമാണ് പരമപ്രധാനമെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നില്ലേ തീർച്ചയായും ആ വ്യക്തി തൻ്റെ പേര് വെളിപ്പെടുത്താതിരുന്നത് എന്ന് വേണം ന്യായമായി അനുമാനിക്കാൻ. സഭയുടെ ആരാധനക്രമ പാരമ്പര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് അന്ത്യോക്യൻ ആരാധനക്രമ പാരമ്പര്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സഭയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് തൻ്റെ വ്യക്തിപരമായ ഉദ്ധാന അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ ഏറ്റവും വിശദാംശങ്ങളിൽ വിശകലനം ചെയ്യുന്ന ലൂക്കാ സുവിശേഷകനെയാണ് അവിടെ അവതരിപ്പിക്കുക. അപ്പോൾ അതിന് യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം. കാരണം സഭയുടെ പാരമ്പര്യം നമ്മൾ പല മേഖലയിലൂടെയാണ് കണ്ടെത്തുക. ഒന്ന് വിശുദ്ധ പാരമ്പര്യം. അപ്പോൾ ഈ വിശുദ്ധ പാരമ്പര്യത്തിൽ അന്തർലീനമായിരിക്കുന്ന പരമപ്രധാനമായ ഒരു സത്യമാണിത്. അതായത് ലൂക്കാ സുവിശേഷകൻ തന്നെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം കൃത്യതയോടുകൂടി അതിൻ്റെ വിശദാംശങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ സവിശേഷത. ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് ഈ സംഭവം രേഖപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈശോയുടെ ഉദ്ധാനാനുഭവം വിശദാംശങ്ങളിലൂടെ കിട്ടുന്ന ഒരു പരാമർശമാണ് നമുക്കിവിടെ കാണാൻ ലഭിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ലൂക്കാ സുവിശേഷകൻ്റെ ആത്മീയതയുടെ വലിയൊരു പ്രകാശനമായിട്ടാണ് ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുക. സ്വയം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ മറഞ്ഞിരുന്നു കൊണ്ട് അതേസമയം താൻ സ്വന്തമാക്കിയ അനുഭവം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വളരെ വിശദാംശങ്ങളിൽ വരച്ചു കാണിക്കുവാൻ വൈദഗ്ധ്യം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. അത് നമ്മൾ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. അത്രമാത്രം അത് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനായിരുന്നു ലൂക്കാ സുവിശേഷകൻ എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രമാത്രം വിശദാംശങ്ങൾ വളരെ വിവരണ നൽകിക്കൊണ്ട് 23 വാക്യങ്ങളിലൂടെ ആ ഒരു ഉദ്ധാന അനുഭവം തൻ്റെ കൂടെ സ്വന്തമാക്കി ജനത്തിന് നൽകുന്നത്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ പരിപോഷണത്തിന് വളരെ ഉതകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഓരോ ക്ലോസുകളെ ആസ്പദമാക്കി ഇത്രയും ദീർഘമായ ഒരു പ്രഭാഷണ പരമ്പര ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ലൂക്കാ സുവിശേഷകനുണ്ടായിരുന്ന ഈ ഒരു പ്രത്യേകത, താൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം, മിശിഹ അനുഭവം തൻ്റെ സഭയ്ക്ക്, തൻ്റെ വിശ്വാസികൾക്ക് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ആ ഒരു വ്യഗ്രത തീർച്ചയായിട്ടും നമ്മളും സ്വന്തമാക്കേണ്ടതാണ്. അപ്പോൾ ഈശോയെ ആ ഉദ്ധാന അനുഭവം സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ക്ലേഫാസും കൂടെ രാത്രിയിൽ തന്നെ നടത്തുന്ന ആ യാത്രയും അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ഉദ്ധാന അനുഭവം നമ്മുടെ കുർബാനയിലൂടെ നമുക്ക് എത്രമാത്രം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ബൈബിളിലേക്ക് തന്നെ കടന്നു വരികയാണ്. ഈ ക്ലേഫാസ് ആരായിരിക്കാം എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ.
ബൈബിൾ വ്യാഖ്യാതാക്കൾ അതിന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന് രണ്ട് സൂചനകൾ മാത്രം ഞാൻ അതിനെക്കുറിച്ച് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെയാണ്, നമ്മൾ കുരിശിൻ ചുവട്ട് നിന്നിരുന്ന ഏതാനും ഭക്ത സ്ത്രീകളെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ലൂക്കാസ് സുവിശേഷം തന്നെ. അപ്പോൾ ക്ലേഫാസിൻ്റെ ഭാര്യയായ മറിയം എന്നൊരു പരാമർശം നമുക്കവിടെ കാണുവാൻ പറ്റും. അപ്പോൾ ഈ ക്ലേഫാസിൻ്റെ ഭാര്യയായ മറിയം ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും അതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുമ്പോൾ ഒത്തിരിയേറെ കുടുംബങ്ങൾ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ വളരെ വ്യാപൃതരായിരിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ഒരു പക്ഷേ രണ്ടുപേർക്കും ഒരുപോലെ വരാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരാൾക്ക് പകരമായി മറ്റേയാൾ ഒരു ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കും ചിന്തിക്കാവുന്ന, നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്ലേഫാസിൻ്റെ ഭാര്യ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ധാനാനുഭവത്തിൻ്റെ ഒരു പ്രീ റെക്വിസിറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ കുരിശിൻ ചുവട്ടിലുള്ള നിൽപ്പ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഉദ്ധാനാനുഭവം നമുക്കറിയാം, കുരിശിൻ്റെ ചുവട് എന്ന് പറയുന്നത് സഹനത്തിൻ്റെ അവസ്ഥയാണ്. നമ്മളൊക്കെ കുരിശിൻ്റെ ചുവട്ട് നിന്നിട്ടുള്ളവരാണ്, നിൽക്കുന്നവരാണ്, നിന്നുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി സഹനങ്ങൾ, ക്ലേശങ്ങൾ, പരാജയങ്ങൾ, തകർച്ചകൾ, വേദനകളൊക്കെയും നമ്മളെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേട്ടയാടുമ്പോഴും നമ്മൾ പടിപതറാതെ വിശ്വാസം ഒടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ഈ സഹനങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു വെള്ളി വെളിച്ചം പകരുന്ന ഒരു ഉത്ഥാനത്തിൻ്റെ സുദിനമുണ്ട് എന്നുള്ള ആ ഒരു ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സഹനങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള വലിയ കൃപ നൽകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഉദ്ധാനാനുഭവം സ്വന്തമാക്കുവാൻ ഈ സഹനങ്ങളുടെ തീർത്ഥയാത്ര നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമുക്കൊക്കെ ഏറ്റവും സുപരിചിതമായൊരു പഴയ ക്രിസ്തീയ ഗാനമുണ്ട്. അപ്പോൾ കൊച്ചു കുഞ്ഞുപദേശി എഴുതിയതെന്ന് അവകാശപ്പെടുന്ന ഒരു ഗാനമാണത്. അതെങ്ങനെയാണ്? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അദ്ദേഹത്തിൻ്റെ ഏക മകൻ രോഗാവസ്ഥയിൽ മരിക്കുന്ന ആ അവസ്ഥയിൽ, മരണക്കിടക്കയിൽ, അതിനുശേഷം ആ മകൻ്റെ മൃതശരീരം കുറച്ച് പെൺകുട്ടികൾക്ക് ശേഷമുണ്ടായ ഏക മകനാണ്. ആ മകനെ മൃതശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് ആ മനുഷ്യൻ തമ്പുരാൻ്റെ മുമ്പിൽ പാടിയ, ഉള്ളിൽ നിന്ന് പാടിയ ആ ഒരു ഗദ്ഗതമാണ് യഥാർത്ഥത്തിൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ എന്ന് പാടുന്നത്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇതാണ് ജീവിത വിശുദ്ധി. അപ്പോൾ ദുഃഖത്തിൻ്റെ പാനപാത്രങ്ങൾ നമ്മളൊക്കെ ഒഴിച്ചു മാറുവാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലും പ്രാണവേദനയിലുമാണ് നമ്മളൊക്കെ ഓടുന്നത്. ഇന്ന് നമ്മുടെ ആത്മീയതയിലൊക്കെ ഉണ്ടാകുന്ന ഒരു അപജയം എന്ന് പറയുന്നത്, നമ്മൾ എവിടെ പോയാൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. IELTS ആകാം, OET ആകാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറയും. ഇത് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് മാറുമ്പോൾ ആധ്യാത്മികതയുടെ മാറ്റ് കുറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിസ്സംശയം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എവിടെ പോയാൽ എൻ്റെ കാര്യം സാധിക്കും. അപ്പം അതുകൊണ്ട് ഉടമ്പടി എടുക്കുവാനൊക്കെ പോകുന്ന ആളുകൾ എവിടെ പോയാലും ശരി, നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? എൻ്റെ കാര്യസാധ്യമാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് എൻ്റെ കാര്യസാധ്യത്തിനായിട്ടുള്ള ഒരു ഉപാധി മാത്രമായിട്ട് ഞാൻ ദൈവത്തെ കാണുകയാണെങ്കിൽ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ആത്മീയത വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ധ്യാന മേഖലയിലൊക്കെ ഇത് കാണുന്നുണ്ട്. ധ്യാനത്തിന് പോകുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചില ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരിക. പക്ഷേ അത് ആത്യന്തിക ലക്ഷ്യമായി മാറുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ ഒരു കപട ആത്മീയതയുടെ ഭാവമാണ് നമ്മളൊക്കെ ഇന്ന് പുറത്ത് കാട്ടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള വിരോധമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആത്മീയതയുടെ ഒരു ഉൾക്കാമ്പില്ലാത്ത ശുഷ്കമായ ആത്മീയതയുടെ ഭാവം, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഗൗരവമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കി ധ്യാനിച്ച് തിരുത്തേണ്ട ഒരു മേഖലയാണ് എന്നുകൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന മറിയത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടിരുന്നത്, ക്ലേഫാസിൻ്റെ ഭാര്യയായ മറിയം. അപ്പോൾ ഈ ക്ലേഫാസിൻ്റെ ഭാര്യയായ മറിയം അവിടെ നിന്നിരുന്ന ഒരു വിക്കേരിയസ് സഫറിങ്ങിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കാണാറുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് മാത്രം?
അപ്പോൾ ഞങ്ങൾ 5 6 സഹോദരങ്ങളുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് മാത്രം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയേറെ വേദനകളും സഹനങ്ങളും, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളെ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം തിരഞ്ഞെടുക്കുന്ന വിക്കേരിയസ് സഫറിങ്, പകരം ഈ ഒരു സഹനത്തെ, ഈ ഒരു ക്ലേശത്തെ ഏറ്റെടുക്കുവാൻ ഏറ്റവും പര്യാപ്തരായ വ്യക്തികളെയാണ് ദൈവം സഹനങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൈവം എനിക്ക് സഹനങ്ങൾ തരുമ്പോൾ അത് നോളിയൊടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രാണവെപ്രാളത്തോട് ഓടുമ്പോൾ കർത്താവ് തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് എനിക്ക് തരുന്ന സഹനങ്ങളെയും ക്ലേശങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ സഹനങ്ങളിലൂടെ അത് സഹിക്കുവാനുള്ള കൃപയും കൂടെ കർത്താവ് തരുന്നുണ്ട്. ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കർത്താവ് പോവില്ല. അപ്പോൾ ഈ സഹനങ്ങളിലൂടെയാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളുടെ വിശുദ്ധീകരണം നമ്മൾ സ്വന്തമാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളിന്ന് അനുഭവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും സമൃദ്ധിയുമൊക്കെയും ഒരുപക്ഷെ നമ്മുടെ പഴയ തലമുറയുടെ കഠിനാധ്വാനത്തിൻ്റെ, അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെയൊക്കെ ഫലമല്ലേ ചിന്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ അവർ നമുക്ക് വേണ്ടി ഒത്തിരി സഹനങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നുപോയി ആ സഹനങ്ങളെയും ക്ലേശങ്ങളെയും ഒക്കെ അവർ കൃപയാക്കി മാറ്റിയതിൻ്റെ അനന്തരഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉടനെ കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി, നിങ്ങളുടെ മകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ അനന്തര തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു? ലക്ഷങ്ങളോ കോടികളോ ബാങ്ക് ബാലൻസുകളോ അല്ല ഇവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി, കൃപയുടെ നിറകുടമായിട്ട് നിങ്ങൾ മാറുമ്പോൾ, പ്രിയമുള്ള വാർദ്ധക്യത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറുകയാണ്. അപ്പോൾ ഈ കുടുംബത്തിന് അനുഗ്രഹമായി മാറുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ വാർദ്ധക്യത്തിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ പഴയ തലമുറകളിലൊക്കെയുള്ള ഭവനങ്ങൾ നമ്മൾ ഇന്നൊരു ഔട്ട് ഓഫ് ഫാഷനായിട്ട് അവരൊക്കെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു വരുന്ന വലിയപ്പന്മാരും വലിയമ്മമാരും ഒക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ വലിയൊരു സമ്പാദ്യമായിരുന്നു. അപ്പോൾ അവരിലൂടെ ലഭിച്ച നന്മയാണ്, കൃപയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യമെന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ബാങ്ക് ബാലൻസുകളേക്കാൾ ഉപരിയായി ഈ വിശുദ്ധിയുടെ, കൃപയുടെ നിറകുടമായിട്ട് മാതാപിതാക്കൾ മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അതിലൂടെ തന്നെ വിശുദ്ധീകരിക്കപ്പെടും, കൃപയാ നിറയപ്പെടും. അങ്ങനെ നമ്മുടെ മക്കൾ ഒരു അനുഗ്രഹമായിട്ട്, ഒരു ദേശത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറുവാൻ വേണ്ടിയാണ് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ ദൈവം നമ്മളെ വിളിക്കുക എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇനി നമ്മളിവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട് ജെയിംസ് സൺ ഓഫ് ആൽഫേവൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേസമയം നമ്മളത് സുറിയാനി ബൈബിൾ മൂലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ മലയാളത്തേക്ക് തർജ്ജമ ചെയ്യും. ഹെൽപ്പയുടെ പുത്രനായ ചെറിയ യാക്കോബിനെ കുറിച്ചൊരു സൂചന കൂടിയുണ്ട്. ഹെൽപ്പയുടെ പുത്രനായ ഈ ചെറിയ യാക്കോബ് ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. ഈ ക്ലെയോഫാസ് എന്ന് പറയുന്നത് അൽഫേവൂസ് എന്ന് പറയുന്ന ആ നാമമായിട്ടൊക്കെയുള്ള സാരതമ്യം വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാവുക, എന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തു ശിഷ്യൻ്റെ, അപ്പോൾ അദ്ദേഹമാണെങ്കിൽ, അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ക്രിസ്തു ശിഷ്യൻ അവകാശപ്പെട്ടതാണ് ഉദ്ധാനാനുഭവം. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത. അത് ഏത് വ്യക്തിയാണെന്നുള്ളതല്ല ഇവിടെ പ്രധാനം. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഈ യോഗ്യത നേടുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട പരമപ്രധാനമായ കാര്യം. അപ്പോൾ നമ്മൾ ചെറിയ യാക്കോബായാലും ശരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുരിശിൻ ചുവട്ടിൽ നിന്ന് മറിയത്തിൻ്റെ ഭർത്താവായ ക്ലെയോഫാസ് ആയാലും ശരി, നമുക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ്. എന്തായാലും ക്ലെയോഫാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ്, ക്രിസ്തു ശിഷ്യനാണ് ഈശോയുടെ ഈ ഉദ്ധാനാനുഭവം, എമ്മാവൂസ് അനുഭവത്തിന് പാത്രീഭൂതനായത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവിടെ ഒരു പകരക്കാരനാകുവാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഇതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ സ്വന്തമാക്കുന്നവരാണ്. അപ്പോൾ അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തലമുറകളുടെ വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ തലമുറകളുടെ വിശുദ്ധിയുടെ ഫലമാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഞാനിന്ന് സ്വീകരിച്ചിരിക്കുന്ന 33 വർഷമായി ഞാൻ തുടരുന്ന പൗരോഹിത്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധിയുടെ വാങ്ങൽ മാത്രമാണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. അപ്പോൾ തീർച്ചയായും വിശുദ്ധരായ മാതാപിതാക്കൾ, അല്ലെങ്കിൽ വിശുദ്ധരായ പഴയ തലമുറകൾ, അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് ഒരു ദൈവവിളി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവവിളികൾ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ തലമുറകളുടെ വിശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ അഭാവം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.
അതുകൊണ്ട് ഓരോ പൗരോഹിത്യ വിളിയുടെയും ഓരോ സന്യാസത്തിലേക്കുള്ള വിളിയുടെയും പിന്നിൽ ഇതുപോലെയുള്ള വിശുദ്ധിയുടെ തലങ്ങൾ ഇല്ലാതെ പോകുമ്പോഴാണ് തലതിരിയുന്ന പൗരോഹിത്യവും വഴിതെറ്റിപ്പോകുന്ന സന്യാസവും ഉണ്ടാവുക. അതുകൊണ്ട് അത് അവരുടെ മാത്രം കുറ്റമാണ് എന്ന് ഞാൻ പറയുന്നില്ല. തലമുറകൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കളുടെയും തലമുറകളുടെയും ഒക്കെ കടമയാണ്, അവകാശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ അതുകൊണ്ടൊരു പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ ഒരു വ്യക്തിയെ യാത്രയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കടമ തീർന്നു എന്നല്ല നമ്മൾ കരുതേണ്ടത്. അന്ന് മുതൽ നമ്മുടെ പുതിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വൈദിക ജീവിതത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു എൻ്റെ രോഗസൗഖ്യത്തിനുള്ള കാരണം എന്ന് തിരിച്ചറിയാം. ദൈവം എന്നെ വിളിച്ചതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ്. അപ്പോൾ ദൈവം എൻ്റെ രോഗം എന്നെ എടുത്തുമാറ്റി എന്നെ ശക്തനാക്കി ഇന്ന് ഈ നിമിഷം വരെ 33 വർഷത്തെ വൈദിക ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ആസ്മാരോഗം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ വിളി എത്രയോ വിലപ്പെട്ടതാണ്. ദൈവം ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായ പദ്ധതികളും പ്ലാനുകളുമുണ്ട്. അപ്പോൾ ദൈവം അങ്ങനെ വിളിക്കുന്ന വിളികൾ നമ്മൾ ആരെങ്കിലും തമസ്കരിക്കുവാനോ ഇല്ലാതാക്കുവാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തെ പ്രഘോഷിക്കുവാനും ദൈവത്തെ പങ്കുവെച്ച് കൊടുക്കുവാനുമുള്ള അവകാശത്തിന്മേൽ കൈകടത്തുന്ന വ്യക്തികൾ ആരായാലും ശരി, അത് നമ്മൾ ചിന്തിച്ചു നോക്കണം, ഞാൻ ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഈ ഒരു ബോധ്യം മാത്രമാണ്. മാതാപിതാക്കളുടെയും നമ്മുടെ മുൻ തലമുറയുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മുടെ ഓരോ ദൈവവിളിയും എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് നല്ല ദൈവവിളികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ വെറുതെ ബിസിനസ്സായിട്ട് ഒരു ജോലി പോലെ മാത്രം പൗരോഹിത്യത്തെ കാണുന്ന കുർബാന അപ്പം വാഴ്ത്തുന്ന തൊഴിലാളികളെന്ന് ഞങ്ങളെ സെമിനാരി പഠിപ്പിച്ച ഒരു വൈദികൻ തമാശ രൂപേണ പറയുമായിരുന്നു, അപ്പം വാഴ്ത്തുന്ന തൊഴിലാളികൾ. എന്നാൽ ഇന്ന് സഭയുടെ ചില മേഖലകളിൽ ചില രൂപതകളിൽ കാണുന്ന സംഭവിക്കുവാൻ പാടില്ലാത്ത ഒരു നിഷേധപരമായ സമീപനങ്ങൾ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, വെറും അപ്പം വാഴ്ത്തുന്ന തൊഴിലാളികളായി എന്തേ ഇവർ അധപതിക്കുന്നു. പ്രിയമുള്ള സഹോദര വൈദികരെ, എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുവാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങളോ നിങ്ങളുടെ ചിന്തകളോ അല്ല, സഭയുടെ വിശുദ്ധ കുർബാന സഭയുടെ സ്വന്തമാണ്. നിങ്ങൾക്ക് തോന്നിവാസം അർപ്പിക്കുവാനുള്ളതല്ല വിശുദ്ധ കുർബാനയും തിരിച്ചറിയുക. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഒരു പ്രവാചക ശബ്ദം പോലെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിന് സഭയോട് വിധേയപ്പെട്ട് ജീവിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുർബാനയ്ക്ക് പ്രസക്തിയുള്ളൂ. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാത്രം നോക്കി കുർബാന എന്ന് പറയുന്ന ആ ഒരു മഹോന്നതമായ രഹസ്യത്തെ പന്താടരുത് എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായ അഭ്യർത്ഥന. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം ആ വൈദികർക്ക് വേണ്ടി. അപ്പം അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന ആ വലിയൊരു ജനസമൂഹം ആ രൂപതയിലുണ്ട്. അവർക്ക് അർഹതപ്പെട്ട കുർബാന ലഭിക്കാതെ പോകുന്ന ആ ഒത്തിരിയേറെ ജനസാമാന്യം, അവരോട് ഞങ്ങൾ പങ്കുചേരുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആ വൈദിക സമൂഹവും അവരുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തി സഭയോട് ചേർന്ന് കുർബാന അർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിശാല മനസ്കത അവർക്കുണ്ടാകുവാൻ വേണ്ടി പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ നമുക്ക് പ്രാർത്ഥിക്കാം. എമാവൂസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. സഹനങ്ങളുടെ, ക്ലേശങ്ങളുടെ, വിട്ടുവീഴ്ചയുടെ, ഒരുപക്ഷെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അനിഷ്ടങ്ങളുമെല്ലാം അല്പമൊന്ന് മാറ്റിവെച്ചിട്ട് സഭയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചില തീരുമാനങ്ങൾ ഞാൻ എൻ്റെ സ്വന്തമാക്കി മാറ്റുമ്പോൾ പ്രിയമുള്ളവരെ, അതിലൂടെ ലഭിക്കുന്ന വലിയ കൃപയും അഭിഷേകവും, താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവ കൃപ ചെയ്യൂ എന്നുള്ള ആ ഒരു ആപ്തവാക്യം നമ്മുടെ മനസ്സുകൾ നമുക്ക് സ്വന്തമാക്കാം. ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. അപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉദ്ധിതനായ കർത്താവിൻ്റെ അനുഭവം സ്വന്തമാക്കുവാൻ നമ്മൾ നിമിത്തമാകും. അതിനിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Mars Sliva TV, a unique experience for the whole world.